പൂർവം ഭവേൽത്തിക്തമയം പുനസ്തു ജ്യേഷ്ഠോക്തി ന്യൂനം പ്രിയം ച. ഞാൻ പറഞ്ഞതൊന്നും ഉണ്ണിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? എല്ലാം മനസ്സിലായി. മച്ചിയുടെ മകൻ മരുഭൂമിയിലെ മൃഗതൃഷ്ണയിലെ ജലത്തിൽ നിന്നും പൂക്കൾ പറിച്ചു ചൂടി മുയലിന്റെ കൊമ്പിൽ പണിത വില്ലുമെടുത്ത് കടലിൽ നായാട്ടിനിറങ്ങി. എന്താ വാക്യത്തിൽ വ്യാകരണ പശുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. പക്ഷേ നോൺസെൻസ് ആണ്, മീനിംഗ്ലെസ്. ഇതുപോലൊരു അർത്ഥമില്ലാത്ത ശ്ലോകമാണ് പിഷാരടി മാമ ഇപ്പൊ എന്നോട് ചൊല്ലിയത്. നെല്ലൂർ മന അരക്കില്ല വണത്രേ. സംശയം വേണ്ട, അത് സത്യാണ്. യക്ഷിക്കഥകൾ പറഞ്ഞ് നാട്ടുകാരെ നശിപ്പിച്ച ഒരുപാട് മനകൾ കുഞ്ഞുണ്ണി ചുളുവിൽ വാങ്ങിച്ചിട്ടുണ്ട്. അറിയാം. അവിടെയൊക്കെ സായിപ്പന്മാര് ഡോളറുകൾ തന്ന് നല്ല ലാവിഷായിട്ട് താമസിക്കുന്നുണ്ട്. അതുപോലല്ലേ ഇത്. ഉണ്ണി അവിടേക്ക് പോകരുത്, പ്രത്യേകിച്ച് പട്ടാഴിന്നൊരാൾ. എന്താ പട്ടാഴിന്ന് ഒരാൾ പോയാല് നെല്ലൂർ മന പിടിച്ച് വീഴുമോ? ഇതിനു മുമ്പ് ആരെങ്കിലും പട്ടാഴിന്ന് നെല്ലൂർ മനയ്ക്ക് പോയിട്ടുണ്ടോ? എന്നോടൊന്നും ചോദിക്കരുത്. ചോദിക്കും. വാസ്തുവാചാര്യൻ പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാട് എങ്ങനെയാ മരിച്ചത്? ഇനിയിപ്പോ ഉണ്ണി അതൊന്നും അറിയണ്ട. അറിയണം എനിക്ക്. രാവും പകലും എന്റെ അച്ഛന്റെ കൂടെ നിഴൽ പോലെ നടന്നത് നിങ്ങളാ. പറയിപ്പിക്കുന്ന നിങ്ങളെ കൊണ്ട് ഞാൻ. നടന്നതെല്ലാം അവൻ അറിയട്ടെ. വാങ്ങാൻ പോണ മനയുടെ മേന്മയും ചെമ്പ്രയിൽ നടന്ന മനുഷ്യക്കുരുതികളും. ചെമ്പ്രയിൽ പണ്ട് സംഭവിച്ചതെല്ലാം ഒരു കഥ പോലെ ഓർത്തു നടന്നു ചെമ്പ്രക്കാർ. കാലവും തലമുറകളും മാറി വന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പട്ടാഴി ഇല്ലത്തിന്റെ പടിപ്പുരയിൽ വന്ന് ഒരാൾ രക്ഷിക്കണേ എന്ന് കരഞ്ഞപേക്ഷിച്ചു. തലയ്ക്ക് മീതെ നിൽക്കണ ശാപത്തിന്ന് ഒളിച്ചോടിയ നെല്ലൂർ മനയുടെ ജീവിച്ചിരുന്ന ഏക അവകാശിയായ നെല്ലൂർ ഹരിനാരായണനായിരുന്നു ആ നിർഭാഗ്യവാൻ. വാസ്തുവാചാര്യനായ പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാദങ്ങളിൽ വീണ് തലതല്ലിക്കരഞ്ഞു. തിരുമേനി വന്ന് നെല്ലൂർ മന ശുദ്ധിയാക്കി തരണമെന്ന് അപേക്ഷിച്ചു. പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കൊണ്ട് മാത്രമേ സാവിത്രിയെ തളയ്ക്കാൻ പറ്റൂന്ന് നെല്ലൂർ ഹരിനാരായണൻ അറിയാമായിരുന്നു. സഹായം ചോദിച്ച് കാലിൽ വീണവരെ ആട്ടി ഓടിച്ചിട്ടില്ല പട്ടാഴിയിലാരും. പട്ടാഴി തിരുമേനി നെല്ലൂർ മനയിലേക്ക് വരാമെന്ന് വാക്കുകൊടുത്തു. അന്ന് പട്ടാഴിയിലുള്ളവരെല്ലാം തടഞ്ഞിട്ട് നിൽക്കാൻ കൂട്ടാക്കിയില്ല ശങ്കരൻ നമ്പൂതിരിപ്പാട്. പുറപ്പെട്ടു. അനിയനെയും സഹായി പിഷാരടിയെയും കൂട്ടി ആ ശാപഭൂമിയിലേക്ക്, നെല്ലൂർ മനയിലേക്ക്. ഓം വിശ്വകർമ്മണേ നമഃ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം തിരുമേനി ഇവിടെ താമസിച്ച് നെല്ലൂർ മന മനുഷ്യവാസ യോഗ്യമാണെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്താൽ എന്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. പേർഷ്യന്ന് വന്ന മഠത്തിൽ അബ്ദുള്ള മന വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പണം കൊണ്ട് ഞാൻ എന്റെ കടങ്ങളൊക്കെ വീട്ടും. ഇവളുടെ മരിച്ചുപോയ അമ്മയുടെ ആഗ്രഹം പോലെ ഇവളെ ഞാൻ പഠിപ്പിക്കും, വലിയ നിലയിലാക്കും. പിഷാരടി, അടുക്കളയിൽ ഗംഗാജലം തെളിച്ച് അഗ്നി തെളിയിക്കുക. മണിയങ്കോട്ട സാവിത്രി അറിയട്ടെ നമ്മളിവിടെ എത്തിയെന്ന്. ജലയക്ഷിയുടെ ആവാസഭൂമി, പാതാളത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട മഹാസിര. എവിടെയാ കുളം? അമ്മേ ഭഗവതി കാത്തുകൊള്ളണേ. തീ കത്തിച്ചോളുക. അയ്യോ തിരുമേനി! 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 ഓ അയ്യോ തിരുമേനി! തിരുമേനി! അയ്യോ ചതിച്ചോ തിരുമേനി! തിരുമേനി! ഒന്ന് ചവിട്ട. നമസ്കാരം.
ഞാൻ നിരൂപിച്ചു സാറിന് മന കാണാൻ വരില്ലാന്ന്. എനിക്ക് കാണണം എന്റെ അച്ഛനെ കൊന്ന നെല്ലൂർ മന. അംശം അംശയോട് ചേർന്ന പോലെ ഇത് സാറിന് വിധിച്ചാട്ടോ. ഇത്തിരി അടിച്ചു തള്ളിയും അന്തിത്തിരിയും കൂടെ ആയാൽ ഇതൊരു അമ്പലായി. അവകാശം കിട്ടിയോ? അയ്യോ, ഈ ലോകം മുഴുവൻ തിരക്കിട്ടോ കിട്ടണ്ടേ സാറേ? അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഒരു കള്ളത്താക്കോലേ. പിന്നെ അവകാശി, അതിനങ്ങനെ ഒരാളുണ്ടായിട്ട് വേണ്ടേ? അങ്ങനെ ഒരാളുണ്ട്, ഞാൻ കണ്ടു. കണ്ടോ? ആരാ സാറേ? ഇപ്പൊ എവിടെ ഉണ്ടാ വിദ്വാൻ? ഞാൻ നിത്യവും നടക്കുന്ന വഴിയിൽ നിധി കിടക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. എവിടെയാ എന്റെ അച്ഛന്റെ ജീവനെടുത്ത ആ യക്ഷിക്കുളം? മണിയൻകോട്ട് സാവിത്രിയുടെ നീരാട്ടുപുര. അത് സാവിത്രി? അതൊക്കെ ഓരോ പഴംപുരാണങ്ങളാണേ, ആളുകളെ പറ്റിക്കാൻ ഓരോ പൂച്ചകള്. സാറ് വരിക. ഹൈ, എല്ലാം കള്ളത്താക്കോലായതുകൊണ്ട് ഏതൊക്കെ പാകാറുണ്ട്. സാറേ, സാറ് പിന്നിലില്ലേ? ഓ, അതിശേഷ ഇതെന്തോ ആയ. കുഞ്ഞുണ്ണി സാറേ, സാറേ, ഹായ് കുഞ്ഞുണ്ണി സാറേ. സാർ ഇത് എവിടെ പോയി? സാറേ, സാറേ, ഹായ്, ഇതെവിടെ പോയി കിടക്കണോ? ചുട്ടേട്ടാ, ചുട്ടേട്ടാ. എന്താ? കുഞ്ഞുണ്ണിയുടെ ശവം പൊങ്ങിയിട്ടില്ല ഇതുവരെ. സൂര്യയുടെ കണക്കാണ് നമ്മൾ തീർത്തത്. ഇനിയും നടക്കണ ഒരു നരബലി കൂടെ. അത് സാവിത്രിക്ക് നമ്മൾ കൊടുക്കുന്ന നൈവേദ്യമായി. മതിയച്ച, ഇവിടെ നിർത്താം. എന്താ ഏട്ടന് ഭയം തോന്നുന്നു? അതെ, സൂര്യനെ പോലെ തേജോമയനായ ഒരു ഏട്ടനുണ്ടവന്. കുഞ്ഞുണ്ണി അല്ല മാധവൻ. അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും പൊള്ളും. ദ്രോണരാ. ആ, അവനും വരട്ടെ. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ആ ദ്രോണാചാര്യരെ.
കണ്ണു തുറന്ന് കാണു സാറേ. സാവിത്രിയെ വെല്ലുവിളിച്ച് നെല്ലൂർ മനയിലേക്ക് കാലെടുത്തു വെച്ച പട്ടാഴിയിലെ താന്തോന്നിക്ക് കിട്ടിയ ശിക്ഷ കണ്ടോ? ദേവി സാവിത്രി, ചെമ്പ്രയിലെ മക്കളെ കാത്തു രക്ഷിക്കണേ. നാൾക്ക് നാൾ ശക്തിപ്പെട്ടു വരികയാണോ മണിയങ്കോട്ടെ സാവിത്രി? മണിയങ്കോട്ട ഉണ്ണികളോട് കളിച്ചാ കളിക്കുന്നവന്റെ ഗതി ഇതാ. ഒരെണ്ണപ്പാത്തിക്ക് പകരം ഒരു പട്ടട. ഇതോടെ പട്ടാഴിയുടെ നടക്കല്ല് പറയണം. എന്നാ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് എടുക്കട്ടെ. അല്ലെങ്കിലും ശവത്തെ എടുത്തോണ്ട് പോകാനേ പറ്റുള്ളൂ. സാറേ, ഞങ്ങൾ ഇത് ചുമന്ന് വണ്ടിയിലാക്കി തരാം. സൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ, ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ, ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. സൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ. മാധവൻ, പട്ടാഴി മാധവൻ. ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. മാധവേട്ട, നമ്മുടെ കുഞ്ഞുണ്ണി പുഴയിൽ വീണ്ടും മിണ്ടരുത്. അതവിടെ ഇറക്കി വെക്കുക. മൃതശരീരമാണെങ്കിലും അതിനുമുണ്ടൊരു മാന്യത. നിന്നെയൊക്കെ കൈതൊട്ടത് അശുദ്ധമാക്കിയാൽ അവൻ സഹിക്കില്ല, പൊറുക്കില്ല. അവനോട് വെക്കുതാഴെ. അനന്ത, ഏയ് നിക്ക, ഇത് എന്റെ ഡ്യൂട്ടിയാ. നിന്റെ ഡ്യൂട്ടി ചെമ്പ്രയിലെ ദുർമരണങ്ങളുടെ കണക്കെടുക്കുകയാണ്. അതെന്റെ ശിഷ്യന്മാരാണ്. ഈ ഡ്യൂട്ടി അവര് ചെയ്തോളും. മാറ്. അല്ല, മാധവേട്ട, സത്യമായിട്ടും കുഞ്ഞുണ്ണിയെ കൊന്നത് സാവിത്രിയ. വിശ്വസിക്കുക, മറിച്ചൊന്നും ഞങ്ങളോട് തോന്നരുത്. നിർത്തണം. മാധവേട്ട, അലാരിപ്പിൽ തുടങ്ങി തില്ലാനയിലും അവസാനിപ്പിക്കാത്ത ആളെ വിട്ടിയാക്കുന്ന നിന്റെ ഈ നാട്യമുണ്ടല്ലോ, അത് മാധവന്റെ അടുത്ത് ആടണ്ട. എന്റെ കുട്ടിയുടെ ദേഹത്ത് ആരുടെയെങ്കിലും ഒരു കൈവിരൽ പാട് പതിഞ്ഞുവെന്ന് ഞാൻ കണ്ടാൽ ആ നിമിഷം ഞാൻ തിരിച്ചു വരും ഈ അസുര ഗ്രാമത്തിലേക്ക്. അത് പുറപ്പെടാശാന്തി മാധവനായിട്ടായിരിക്കില്ല, കാലഭൈരവന്റെ അനുഗ്രഹമുള്ള മാധവനായിട്ടായിരിക്കും. അന്ന് നീയൊക്കെ പശ്ചാത്തപിക്കും, ഈ ഭൂമിയിൽ ജനിച്ചതിന്റെയും ജനിപ്പിച്ചതിന്റെയും പേരിൽ. കാത്തിരുന്നോ എന്റെ വരവ്. വിടില്ല ഒന്നിനെയും ഞാൻ.